Let us turn our Bibles to book of Exodus chapter 15 verse 9. നമ്മുടെ വേദപുസ്തകങ്ങളെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് തിരിക്കാം. The enemy said, I will pursue, I will overtake, I will divide that spoil. My lust shall be satisfied upon them. I will draw my sword, my hand shall destroy them. தொடர்வேன், பிடிப்பேன், கொள்ளையாடி பங்கிடுவேன். என் ஆசை அவர்களிடத்தில் திருப்தியாகும். என் பட்டயத்தை உருவேன், என் கை அவர்களை சங்கரிக்கும் என்று பகஞ்சன் சொன்னான். Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Enemy works against God's people night and day. രാപ്പകൽ ഭേദമന്യേ ശത്രു ദൈവജനത്തിന് വിരോധമായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Like a roaring lion, അവൻ അലറുന്ന സിംഹം പോലെ, as red dragon, അവൻ അഗ്നിമയമുള്ള സർപ്പം പോലെ to devour God's people. He is trying by every means. എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ വിഴുങ്ങിക്കളയുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Sometimes like a flood he comes against God's people. ചിലപ്പോൾ ദൈവജനത്തിന് വിരോധമായ ഒരു വെള്ളപ്രവാഹം പോലെ കടന്നു വരുന്നു. Sometimes like a great army. ചിലപ്പോൾ ഒരു വലിയ സൈന്യത്തെ പോലെ കടന്നു വരുന്നു. Sometimes like an eagle. ചിലപ്പോൾ കഴുകനെ പോലെ കടന്നു വരുന്നു. Sometimes like a fowler's snare. ചിലപ്പോഴൊക്കെയും വേട്ടക്കാരന്റെ കെണിയുമായി അവൻ കടന്നു വരുന്നു. With cunning devices. അവൻ വഞ്ചനയോടുകൂടെ പലവിധമായ തന്ത്രങ്ങളോട് അവൻ വരുന്നു. If he comes face to face, അവൻ മുഖാമുഖമായി കടന്നു വരുന്നുവെങ്കിൽ we can make out and we can wisely take decisions. നമുക്കത് കാണുവാൻ കഴിയും, ജ്ഞാനമായി അതിനെ കൈകാര്യം ചെയ്യുവാനും നമുക്ക് കഴിയും. And we can handle it well according to the grace of God. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അങ്ങനെയെങ്കിലും കഴിയും. But enemy never approach in a certain way always. എന്നാൽ ശത്രു എപ്പോഴും ഒരേ രീതിയിലല്ല കടന്നു വരുന്നത്. He wants to take revenge against God's people. ദൈവജനത്തിന് വിരോധമായി പ്രതികാരം നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Because once we were under his control, എന്തുകൊണ്ടെന്നാൽ ഒരിക്കൽ നാം അവന്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. we were of children of him. നാം ഒരിക്കൽ അവന്റെ മക്കളായിരുന്നു. Now we are purchased by the blood of Jesus. ഇപ്പോഴും നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു. When we enjoyed his goodness, ഒരിക്കൽ നാം ശത്രുവിന്റെ നന്മ അനുഭവിച്ചവരാകുന്നു. but God has delivered that we may enjoy all the goodness of God. എന്നാൽ ഇപ്പോഴോ ദൈവത്തിന്റെ സകല നന്മകളും അനുഭവിപ്പാൻ തക്കവണ്ണം തന്നെ അവൻ നമ്മെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. That's why he wants to take revenge. അതുകൊണ്ടാകുന്നു അവൻ പ്രതികാരം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. Now many times he pursues us. ഇപ്പോൾ പലപ്പോഴും അവൻ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Not face to face, മുഖാമുഖമായിട്ടല്ല, not one to one. അല്ല എങ്കിൽ ഒറ്റയാൾ പോരാട്ടമല്ല. It is from behind he tried to attack us. പിറകിൽ നിന്നാകുന്നു അവൻ ഇപ്പോൾ യുദ്ധം ചെയ്യുവാൻ ആക്രമിപ്പാൻ ശ്രമിക്കുന്നത്. He want to stab from behind. ഇപ്പോൾ പുറകിൽ നിന്ന് കുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Or to pull us from behind. അല്ല എങ്കിൽ പുറകിൽ നിന്നും വലിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. And to attack from behind. അല്ലെങ്കിൽ പുറകിൽ നിന്നും ആക്രമിപ്പാൻ ആഗ്രഹിക്കുന്നു. And that is a dangerous thing. അത് ഏറ്റവും അപകടകരമാകുന്നു. Without our expectation, when we unaware of that time he attacks us. നാം പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ തന്നെ, നാം അറിയാത്ത അവസരത്തിൽ തന്നെ അവൻ ആക്രമിക്കുന്നു. He never leaks out or reveals his plan against our life. നമ്മുടെ ജീവിതത്തിന് വിരോധമായ പദ്ധതിയെ അവൻ ഒരു നാളും വെളിപ്പെടുത്തുകയില്ല. It is anyhow his motive to attack us and destroy us. എങ്ങനെയായിരുന്നാലും അവന്റെ പദ്ധതി എന്ന് നമ്മളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും എന്നതും ആകുന്നു. Therefore he brings problem. അതുകൊണ്ട് പ്രശ്നങ്ങളെ അവൻ കൊണ്ടുവരുന്നു. Sickness, രോഗങ്ങൾ കൊണ്ടുവരുന്നു, weaknesses, ബലഹീനത കൊണ്ടുവരുന്നു, financial problem. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നു. Like the different things he brings upon our life. അങ്ങനെ വിധങ്ങളായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരുന്നു. And many times we wonder why this problem comes against me again and again. പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ടാകുന്നു ഈ പ്രശ്നം ആവർത്തിച്ച് എനിക്ക് വിരോധമായി അവൻ കൊണ്ടുവരുന്നത്. Continuously I am facing problem upon problem. തുടർച്ചയായ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നു. Against me only these problems are coming. എനിക്ക് വിരോധമായിട്ട് മാത്രമാകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. I thought it got over, again a next problem has come. ഞാൻ വിചാരിച്ചു ഇതിനൊരു അവസാനം വന്നു എന്ന്, എന്നാൽ ഇതാ വീണ്ടും ഒരു പ്രശ്നം. But dear child of God, എന്നാൽ പ്രിയ ദൈവത്തിലെ how to tackle this enemy? എങ്ങനെയാകുന്നു ഈ ശത്രുവിനോട് നമുക്ക് പോരാടുവാൻ കഴിയുന്നത്? Or how to get over all his cunning devices? അല്ല എങ്കിൽ അവന്റെ വഞ്ചനപരമായ സകല തന്ത്രങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിപ്പാൻ കഴിയും? He has determined to pursue us. അവൻ നമ്മെ പിന്തുടരുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. Until the very end, till the last breath of life, till our death, he will pursue us. നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളം തന്നെ അവൻ നമ്മെ പിന്തുടരുക തന്നെ ചെയ്യും. We need not to look back. എന്നാലോ നാം പുറകോട്ട് നോക്കേണ്ട ആവശ്യമില്ല. We should not think about him and to be tensed. അവനെ കുറിച്ച് ചിന്തിച്ച് നാം ഭയപ്പെടേണ്ട, കലങ്ങേണ്ട But ആവശ്യമില്ല. many seeing him or looking unto him, turning back, they are in big trouble. എന്നാൽ പലരും പുറകിൽ തിരിഞ്ഞു നോക്കി അവനെ കണ്ട് വളരെ പ്രശ്നത്തിലായിത്തീരുന്നു. But dear child of God, എന്നാൽ പ്രിയ ദൈവത്തിലെ it is very clear from before
and behind he tried to attack. ഇത് വളരെ വ്യക്തമായ കാര്യം തന്നെയാകുന്നു. മുമ്പിൽ നിന്നും പിറകിൽ നിന്നും അവൻ ആക്രമിപ്പാൻ ശ്രമിക്കുന്നു. He always says, I will pursue. എന്നാൽ അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിന്നെ പിന്തുടരും എന്നത് തന്നെയാകുന്നു. Let him pursue. അവൻ പിന്തുടരട്ടെ. But God has given beautiful ways how to handle him. എന്നാൽ എങ്ങനെ അവനെ കൈകാര്യം ചെയ്യേണ്ടതിന് മനോഹരമായ വഴികളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. According to the word of God, when we understand, when we handle that, we will become victors. തിരുവചന പ്രകാരം നാം തിരുവചനത്തെ ഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ നാം അവനെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നാം ജയാളികളായി തീരും. People of Israel, when they were in Egypt, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരിക്കവേ they were bondmen to Pharaoh. അവർ ഫറവോൻ അടിമകളായിരുന്നു. They were enjoying all the freedom, all the blessings of Egypt. മിസ്രൈമിന്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. 430 years, they enjoyed all the blessings of Egypt. 430 നീണ്ട സംവത്സരങ്ങളും മിസ്രൈമിന്റെ സകല അനുഗ്രഹങ്ങളും അവർ ആസ്വദിച്ചു. They cried unto God. അവർ ദൈവത്തോട് നിലവിളിച്ചു. God raised up Moses. ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു. Through Moses, God delivered them. മോശ മുഖാന്തരമായി ദൈവം അവരെ വിടുവിച്ചു. They came out. അവർ അങ്ങനെ പുറത്തു കടന്നു വന്നു. They celebrated Paschal Lamb. അവർ പെസഹ ആചരിച്ചു. By that, they got freedom. അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. When they started moving out of Egypt, മിസ്രൈമിൽ നിന്നും അവർ പുറപ്പെടുവാൻ തുടങ്ങിയ വേളയിൽ this enemy start pursuing him. ഈ ശത്രു അവരെ പിന്തുടരുവാനും ആരംഭിച്ചു. Because all through these years, they were their bondmen. എന്തുകൊണ്ടെന്നാൽ ഈ സംവത്സരങ്ങളൊക്കെയും ഇവർ അവർക്ക് അടിമകളായിരുന്നു. They were freely enjoying their labor. അവർ സൗജന്യമായി തന്നെ ഇസ്രായേൽ മക്കളുടെ കൈയുടെ അധ്വാനം അവർ And they അനുഭവിക്കുകയായിരുന്നു. labored a lot and accumulated wealth for Egyptians. ദൈവജനം അധികമായി കഷ്ടപ്പെട്ട് മിസ്രൈമ്യർക്ക് അധിക സമ്പത്ത് കൊണ്ടുവന്നു. Now they felt they lost all the labors. ഇപ്പോൾ അവർ ഇങ്ങനെയാകുന്നു ചിന്തിക്കുന്നത്, അവരുടെ അധ്വാനമൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായല്ലോ. Now all they have gone. ഇപ്പോൾ എല്ലാവരും പോയി We will pursue ഞങ്ങൾ പിന്തുടരും, and we will overtake. ഞങ്ങൾ അവരെ മറികടക്കും, We will kill. ഞങ്ങൾ അവരെ കൊല്ലും, We will try to bring them back. Otherwise, we will destroy. ഞങ്ങൾ അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കും, കഴിയുന്നില്ല എങ്കിൽ അവരെ നശിപ്പിക്കും. God did not take people of Israel through land of Philistine. ഫിലിസ്തീനരുടെ നാട്ടിലൂടെ അല്ല ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുപോയത്. God brought them to Red Sea. ദൈവം അവരെ ചെങ്കടലിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. What the enemy said, എന്താകുന്നു ശത്രു പറഞ്ഞത്? they are trapped there. ഇതാ അവരവിടെ കുടുങ്ങിയിരിക്കുന്നു. Left side and right side, wilderness is there. ഇടത്തും വലത്തും വശത്തും മരുഭൂമിയാകുന്നു. Front side, Red Sea is there. മുമ്പിൽ ഇതാ ചെങ്കടൽ. Back, we are going to pursue them. We can overtake them. പിറകിൽ നിന്ന് ഞങ്ങൾ അവരെ പിന്തുടരുവാൻ പോകുന്നു, ഞങ്ങൾ അവരെ മറികടക്കും, പിടിക്കും. And with that shout, they were following them. ആ വലിയ ധ്വനിയോടുകൂടെ ആർപ്പോട് അവർ അങ്ങനെ പിന്തുടരുകയായിരുന്നു. Moses also cried to God. മോശയെ ദൈവത്തെ നോക്കി It നിലവിളിച്ചു. was a confusing situation. അതും കലക്കം നിറഞ്ഞ ഒരു How സന്ദർഭമായിരുന്നു. to deal with that? They never knew that. എങ്ങനെ അവരോട് ഇടപെടണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. But God told Moses, എന്നാൽ ദൈവം മോശയോട് you പറയുന്നു, stretch out your arm and divide the Red Sea. നീ നിന്റെ കൈ നീട്ടി ചെങ്കടലിനുണ്ടായി വിഭാഗിക്കുക. Red Sea was divided. ഇതാ ചെങ്കടലുണ്ടായി They വിഭാഗിക്കപ്പെട്ടു. were taken through that. അവർ അതിലൂടെ നടന്നുപോയി. They entered into other side. അവർ മറുവശത്തേക്ക് പ്രവേശിച്ചു. Even enemy also said, we will also pursue. ശത്രു അത് കണ്ടപ്പോൾ അവനും പറഞ്ഞു, ഞങ്ങൾ പിന്തുടരും, We will go through this Red Sea. ഞങ്ങളും ഈ ചെങ്കടലിലൂടെ കടന്നു പോകും, And we will go there. ഞങ്ങൾ അപ്പുറത്ത് പോകും, Even there also we will pursue them. ഞങ്ങൾ അവിടെ വെച്ചും അവരെ With പിന്തുടർന്നുകൊണ്ടേയിരിക്കും. the decision, they have stepped into Red Sea. ആ തീരുമാനത്തോടുകൂടിയാകുന്നു അവർ ചെങ്കടലിൽ കാലുവെച്ചത്. Once they reached, people of Israel reached the other side. എന്നാൽ ഇസ്രായേൽ ജനം മറുവശത്ത് എത്തിയ വേളയിൽ തന്നെ He reached back his hand, Moses, by that the Red Sea was covered. ഇതാ മോശ വീണ്ടും കൈ നീട്ടി ചെങ്കടൽ ഒന്നായി ചേർന്നു. This was the first truth. ഇതായിരുന്നു ഒന്നാമത്തെ സത്യം. This we have to follow. ഇത് നാം പിന്തുടരണം. What is this Red Sea speaks of? എന്താകുന്നു ഈ ചെങ്കടൽ കാണിക്കുന്നത്? Taking baptism. ജലസ്നാനത്തെ We സ്വീകരിക്കുന്നത്. all have taken baptism. നാം ഏവരും ജലസ്നാനം 20 സ്വീകരിച്ചവരാണ്. years before, 30 years before, we have taken it. 20 വർഷം മുമ്പ് 30 വർഷം മുമ്പ് നാം സ്വീകരിച്ചവരാണ്. That is not enough. എന്നാൽ അത് പോരാ. That once happened as a ritual. അത് ഒരിക്കൽ ആചാരമായി നടന്നു. But behind that, a great truth was there. എന്നാൽ അതിന് പിറകിൽ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. The truth of baptism, we must confess day after day. ജലസ്നാനത്തിന്റെ സത്യം ദൈനംദിനം നാം And what ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കണം. is that? അതെന്താകുന്നു? No more I. ഇനിമേലാൽ ഞാനല്ല, Christ dwelleth in me. ക്രിസ്തുവിനിൽ വസിക്കുന്നു. Christ dwells in my life. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വസിക്കുന്നു. In Galatians chapter 2 verse 20, when we read, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ here St. Paul speaks about this truth. ഇവിടെ വിശുദ്ധ പൗലോസ് ഈ സത്യത്തെ കുറിച്ച് പറയുന്നു. I am crucified with Christ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. Nevertheless I live, ഇനി ജീവിക്കുന്ന ഞാനല്ല, yet not I, but Christ liveth in me. ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. The life which I now live in the flesh, I live by the faith of the Son of God, ഇപ്പോൾ who ഞാൻ- loved me and gave himself for me. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. I am not belongs to Egypt. ഞാൻ മിസ്രൈമിനുള്ളവനല്ല, I am not belongs to Pharaoh. ഞാൻ ഫറവോനുള്ളവനല്ല, I am not a bondman of Pharaoh. ഞാൻ ഇനി മേലാൽ
ഫറവോന്റെ അടിമയുമല്ല. Lord, God has delivered me. ദൈവം എന്നെ I വിടുവിച്ചിരിക്കുന്നു. am son of God. ഞാൻ ദൈവപുത്രനാകുന്നു. I am dead to world, ഞാൻ ലോകത്തിന് dead മരിച്ചിരിക്കുന്നു. to flesh. ഞാൻ ജഡത്തിന് മരിച്ചിരിക്കുന്നു. And no more I. ഇനിമേലാൽ ഞാനല്ല, Christ liveth in me. ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. A new life God has given. ഒരു പുതിയ ജീവൻ ദൈവം When തന്നിരിക്കുന്നു. we confess the truth of baptism, നാം ജലസ്നാനത്തിന്റെ സത്യം ഏറ്റുപറയുമ്പോൾ there itself we are destroying enemy. അവിടെ വെച്ച് തന്നെ നാം ശത്രുവിനെ നശിപ്പിച്ചു കളയുന്നു. Let him pursue us. അവൻ നമ്മെ പിന്തുടരട്ടെ. But with the purpose God is bringing. എന്നാൽ ഒരു ഉദ്ദേശത്തോടുകൂടിയാകുന്നു അവനെ കൊണ്ടുവരുന്നത്. God brought them with the purpose. ദൈവം അവരെ ഒരു ഉദ്ദേശത്തോടുകൂടിയാകുന്നു അവിടെ കൊണ്ടുവന്നത്. With the high hand, as if they were following Israelites, they followed. ജയം കൊണ്ട ഒരു ഭുജം എന്ന വണ്ണം ആകുന്നു അവരെ ശത്രു പിന്തുടരുന്നത്. But when they reached there, എന്നാൽ അവർ എത്തിച്ചേർന്നപ്പോൾ in the middle of the sea, ആ സമുദ്രത്തിന്റെ നടുവിൽ വെച്ച് the sea was covered. ഇതാ സമുദ്രം അവരെ മൂടി. They could not survive. അവർക്കവിടെ ജീവൻ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. And all enemies were perished. എല്ലാ ശത്രുക്കളും അങ്ങനെ മുടിഞ്ഞുപോയി. Dear child of God, പ്രിയ ദൈവമക്കളെ, first of all, when we confess, ഒന്നാമതായി നാം ഏറ്റുപറയുമ്പോൾ not I, ഞാനല്ല, Christ liveth in me. ക്രിസ്തുവിനിൽ ജീവിക്കുന്നുവെന്ന്. Not I, ഞാനല്ല, Christ liveth in me. ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. God has given this life. ദൈവമാകുന്നു ഈ ജീവിതം I am നൽകിയിരിക്കുന്നു. child of God. ഞാൻ ദൈവം ഇതിലാകുന്നു. I am child of Most High God. ഞാൻ അത്യുന്നതന്റെ മകനാകുന്നു. Yes, God has purchased me. അതേ, ദൈവം എന്നെ വിലയ്ക്ക് He വാങ്ങിയിരിക്കുന്നു. has brought me to the other shore. ദൈവം എന്നെ മറുകരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. And now no more belongs to this world. ഞാൻ ഇനിമേൽ ആ ലോകത്തിനുള്ളവനല്ല. No more belongs to Egypt. ഞാൻ മിസ്രൈമിലുള്ളവനല്ല. No more belongs to any of the things of the Egypt. മിസ്രൈമിലെ ഒരു കാര്യത്തിനും ഞാൻ ഇനിമേലാലുള്ളവനല്ല. Second, രണ്ടാമതായി, when enemy pursue, ശത്രു പിന്തുടരുമ്പോൾ like David, we have to live. ദാവീദിനെ പോലെ നാം ജീവിക്കണം. We must be good, do good. നാം നന്മ ചെയ്യുന്നവരായി, നന്മയുള്ളവരായി കാണപ്പെടണം. And we have to humble ourselves in the presence of God. ദൈവസന്നിധി നാം നമ്മെ തന്നെ താഴ്ത്തേണം. Whatever the situation it may be, സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും we must desire to do the will of God. നാം ദൈവഹിതം ചെയ്യുവാൻ തൽപര ആയിരിക്കണം. Saul, he was anointed as a king. ശൗൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാകും. He was king over all the people of Israel. ഇസ്രായേൽ ജനത്തിനുമേൽ അവൻ രാജാവായിരുന്നു. But within a year, he lost his anointing. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തന്റെ അഭിഷേകം അവൻ നഷ്ടപ്പെടുത്തി. He started hating others, doing all type of unwanted things. അവൻ മറ്റുള്ളവരൊക്കെയും ദ്വേഷിപ്പാനും അന്യമായ ന്യായമില്ലാത്ത കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ തുടങ്ങി. When Goliath came against him, ഗോലിയാത്ത് അവന് വിരോധമായി കടന്നു വന്നപ്പോൾ he could not stand before him. അവന് മുമ്പിൽ നിൽപ്പാൻ ശൗലിന് കഴിഞ്ഞില്ല. Day after day, he was challenging. ദൈനംദിനം അവൻ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. But he could not stand. എന്നാൽ അവന് മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല. God raised up David. ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. Through David, God delivered from the hand of Goliath. ദാവീദ് മുഖാന്തരമായി ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും അവരെ വിടുവിച്ചു. Saul could not accept it. എന്നാലോ ശൗലിന് ഇത് അംഗീകരിപ്പാൻ കഴിഞ്ഞില്ല. When people praised David, ദാവീദിനെ ജനം പുകഴ്ത്തിയപ്പോൾ, when they sang praises of David, ദാവീദിന് പുകഴ്ത്തി പാട്ടുകൾ പാടിയപ്പോൾ and he could not understand it. അവനത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. From that day onwards, he started developing enmity against him. അന്നേ ദിനം മുതൽ ദാവീദിനോട് ശത്രുത്വം ശൗൽ വെച്ച് പുലർത്തി. He had envy in his heart, തന്റെ മനസ്സിൽ ഹൃദയത്തിൽ അസൂയുണ്ടായി. leaving his throne അവന്റെ സിംഹാസനം വിട്ടിട്ട്, and leaving palace, ആ അരമന അവൻ വിട്ടിട്ട്, leaving all the kingly affairs, രാജകീയ സകല കാര്യങ്ങളും വിട്ടിട്ട് he started following or pursuing David. അവൻ ദാവീദിനെ പിന്തുടരുവാൻ തുടങ്ങി. And David humbled himself. ദാവീദോ തന്നെ തന്നെ താഴ്ത്തി. In 1 Samuel chapter 24:14, when we read, ശമൂവേൽ ഒന്നാം പുസ്തകം 24-ാം അധ്യായം അതിന്റെ 14-ാം I വാക്യത്തിലേക്ക് am നാം like a കടന്നു dead വരും. dog ഞാനൊരു ചത്ത നായ പോലെയല്ലയോ, after a flea. ഞാനൊരു ചെള്ളിനെ He പോലെയല്ലയോ. humbled himself. തന്നെ തന്നെ അവൻ താഴ്ത്തി. In 26:18 and 20, when we read, 26-ാം അധ്യായം 18-ാം വാക്യം നാം വായിക്കുമ്പോൾ, wherefore doth my Lord thus pursue after his servant? യജമാൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിന്? Verse 20, he says, അതിന്റെ 20-ാം വാക്യത്തിൽ അവൻ പറയുന്നു, I am like a flea. ഞാൻ ഒരു ചെള്ളിനെ പോലെയാകുന്നു. I am a partridge in the mountain. ഞാൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ പോലെയാകുന്നു. Yes, he was wandering in wilderness. അതേ, അവൻ വനാന്തരങ്ങൾ ഇങ്ങനെ He അലയുന്നവനായി had opportunities to take revenge. പ്രതികാരം നടത്തുവാൻ അവന് അവസരം In ലഭിച്ചിരുന്നു. his very hand, as if he got it to take revenge. As if God has brought him to his hand, he realized. ദൈവം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ, പ്രതികാരം നടത്തുവാൻ ഏൽപ്പിച്ചതുപോലെ അവൻ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായി. Even Joab said, യോവാബും പറഞ്ഞു, in one smite I will kill him. ഒറ്റ കുത്തുകൊണ്ട് ഞാൻ കൊന്നുകളയാം. I am ready to do anything for you. ഇതാ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു. But he did not retaliate. എന്നാലോ അവൻ പ്രതികരിച്ചില്ല. Though he had to endure many pain and reproach and shame, rejection, like that, so many unwanted things. വേദന, അപമാനം, പരിഹാസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവന് സഹിക്കേണ്ടി വന്നിട്ട്, And he was just after his father's flock.
അവൻ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്ന തൊഴിൽ ഏർപ്പെട്ടിരുന്നവനാകുന്നു. He did not compete with Saul. അവൻ ശൗലുമായി ഒരിക്കലും മത്സരിച്ചിട്ടില്ല. He did not fight with Saul. ശൗലിനോട് ഒരിക്കലും There പോരാടിയിട്ടുമില്ല. was no anything to compare with Saul. ശൗലുമായി തുലനം ചെയ്ത് കാണുവാൻ ദാവീദ് ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. He was king. അവൻ രാജാവായിരുന്നു. But this David, he was a shepherd boy. എന്നാൽ ഈ ദാവീദോ ഒരു ആട്ടിടയപാലനായിരുന്നു. But seeing whole kingdom, kingship, everything, leaving that just after David. ഇപ്പോൾ നോക്കുക, രാജ്യത്വം വിട്ട് ആ കാര്യങ്ങളെയൊക്കെയും വിട്ട് ദാവീദിനെ അവൻ പിന്തുടരുന്നു. He did not send his army to take David. ദാവീദിനെ പിടിപ്പാൻ തന്റെ സൈന്യത്തെയല്ല അയച്ചത്. He himself leading that army. അവൻ തന്നെയാകുന്നു സൈന്യത്തെ നയിക്കുന്നത്. Night and day, he was in wilderness. രാവും പകലും ഭേദമന്യേ അവൻ വനാന്തരങ്ങൾ In കാണപ്പെട്ടു. such a way, David was pursued. അങ്ങനെ ദാവീദ് പിന്തുടരപ്പെട്ടു. But David did not do any revenge. എന്നാൽ ദാവീദ് ഒരു പ്രതികാരവും നടത്തിയില്ല. He did not hate Saul. ശൗലിനെ അവൻ ദ്വേഷിച്ചില്ല. He did not try to kill him. എങ്ങനെയെങ്കിലും അവനെ കൊല്ലുവാൻ ശ്രമിച്ചതുമില്ല. But dear child of God, എന്നാൽ പ്രിയ ദൈവത്തിലെ, instead of that, he is doing good. അതിന് പകരമായി ഇതാ അവൻ നന്മ He was ചെയ്തുകൊണ്ടിരിക്കുന്നു. very kind. അവൻ ദയാലുവായിരുന്നു. He is revealing his love. അവന്റെ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി. Finally, Saul, he himself fell on his own sword. ഒടുവിലായി ശൗൽ സ്വന്തം വാളിന്മേൽ വീണു. Why? എന്തുകൊണ്ട്? Because he was pursuing Lord's anointed, the David without cause. അവൻ ദൈവത്തിന്റെ അഭിഷക്തനായ ദാവീദിനെ കാരണം കൂടാതെ പിന്തുടരുകൊണ്ട്. And leave your enemy. നിന്റെ ശത്രുവിനെ നീ വിട്ടുകളക. Whoever comes against you, നിനക്ക് വിരോധമായി ആര് തന്നെ കടന്നു whoever pursuing you, ആരെല്ലാം നിന്നെ പിന്തുടർന്നാലും leave it in the hands of God. ദൈവകരങ്ങളിൽ You പരമേൽപ്പിക്കുക. be in the hands of God. നീ ദൈവത്തുകരങ്ങളിൽ For a കാണപ്പെടുക. while you have to undergo problems. ചില നാളുകളിലേക്ക് വിധങ്ങളായ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. Certain time you have to face enemy like a flood. ചിലപ്പോഴൊക്കെ പ്രവാഹം പോലെ നിങ്ങൾ ശത്രുവിനെ നേരിടേണ്ടി വരും. As if you are facing death face to face, you may realize. മരണം മുഖാമുഖമായി കാണുന്ന പോലെ നിങ്ങൾ ഒരു പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങളോ കടന്നുപോയേക്കാം. But our God sees and watches everything. എന്നാലോ നമ്മുടെ ദൈവം സകലവും കാണുന്നു. He has promised us. അവൻ നമുക്ക് വാഗ്ദത്തം I ചെയ്തു, will be enemy unto your enemy, adversary unto your adversary. ഞാൻ നിന്റെ ശത്രുവിന്റെ ശത്രുവും ഞാൻ നിന്റെ വിരോധിക്ക് Let വിരോധിയുമായിരിക്കും. him take care of it. അവൻ അത് കാര്യങ്ങൾ In this നോക്കിക്കൊള്ളട്ടെ. time, beautifully he will do everything. അവന്റെ സമയത്ത് എല്ലാം നന്നായി അവൻ ചെയ്തുകൊള്ളും. Why you have to spend your time hating, envying and fighting against your enemy and losing holiness? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സമയത്ത് ഉപയോഗപ്പെടുത്തി ശത്രുവിനെതിരായി പോരാടി അവനോട് പലവിധമായ വെറുപ്പും കാണിച്ച് നിങ്ങളുടെ സമയത്ത് എന്തിനെ ചിലവാക്കണം? Thirdly, മൂന്നാമതായി, when enemies start pursuing you, ശത്രു നിങ്ങളെ പിന്തുടരുന്ന വേളയിൽ we can see a good example of Abner. അബ്നേറിൽ നിന്നും നല്ലൊരു ഉദാഹരണത്തെ നമുക്ക് കാണുവാൻ കഴിയും. In 2 Samuel chapter 2 verse 18, when we read, ശമൂവേൽ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ Joab, Abishai and Asahel, they were 3 brothers. ഇവിടെ നാം ഇങ്ങനെയാകുന്നു വായിക്കുന്ന. അവിടെ യോവാബ്, അബിഷായ്, അഹസേൽ ഇങ്ങനെ 3 സഹോദരന്മാരെ കാണുന്നു. Asahel was as light of foot as the wild roe. അസഹേൽ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയായിരുന്നു. He was a mighty man. അവൻ ഒരു വീരപുരുഷനായിരുന്നു. He pursued after Abner അബ്നേറിനെ അവൻ പിന്തുടരുന്നു. without cause, അവൻ കാരണം കൂടാതെ പിന്തുടരുന്നു. without any guidance from David. ദാവീദിന് ഒരു നടത്തിപ്പും കൂടാതെ അവൻ പിന്തുടരുന്നു. What was in his mind? എന്തായിരുന്നു അവന്റെ തന്നെ I മനസ്സിൽ? want to kill Abner anyhow. എങ്ങനെയായിരുന്നാൽ അബ്നേറിനെ കൊല്ലണം, He must be destroyed. എങ്ങനെയായാലും അബ്നേർ നശിപ്പിക്കപ്പെടണം. He started following him. അവനെ പിന്തുടരുവാൻ ആരംഭിച്ചു. While he was running, അങ്ങനെ അവൻ ഓടുന്ന he വേളയിൽ was very fast. അവൻ നല്ല ശീഘ്രത്തിൽ ഓടുകയായിരുന്നു. Abner turned back. അബ്നേർ പുറം തിരിഞ്ഞു He നോക്കി. identified അവന് മനസ്സിലായി ഇത്. and he asked, അവൻ ചോദിച്ചു, "Are you Asahel?" നീ അസഹേലാകുന്നുവോ? "Yes, I am Asahel." അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. "Turn to the right or to the left." അപ്പോൾ അവൻ പറയാകുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു കൊള്ളുക. "Why you are നീ pursuing me? നീ എന്തിനാകുന്നു എന്നെ What പിന്തുടരുന്നത്? is the use of pursuing me? എന്നെ പിന്തുടർന്നിട്ട് നിനക്കെന്ത് കാര്യം? If you turn to the right or to the left, നീ വലത്തോട്ടോ ഇടത്തോട്ടോ you തിരിയുന്നുവെങ്കിൽ can take hold of any man. ഏതെങ്കിലും ബാല്യക്കാരിൽ ഒരുത്തിനെ പിടിക്കുവാൻ കഴിയും. You can conquer him. അവനെ ജയിപ്പാൻ നിനക്ക് കഴിയും. Otherwise, I will kill you. അല്ലായെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. And second time also he gave warning. രണ്ടാമതും അവൻ മുന്നറിയിപ്പ് കൊടുത്തു. In 2nd chapter, we can read about it. 2-ാം അധ്യായത്തിൽ നമുക്ക് അതിനെ കുറിച്ച് വായിപ്പാൻ കഴിയും. But this Asahel did not listen. എന്നാൽ ഈ അസഹേലോ അത് കേട്ട് അനുസരിച്ചില്ല. He set a wrong goal. അവൻ തെറ്റായ ഒരു ഉന്നം വെച്ചു. He did not understand his power. അബ്നേറിന്റെ ശക്തി അവന് മനസ്സിലായതുമില്ല. He was captain. അവൻ ഒരു പടനായകനായിരുന്നു. And he was captain from his childhood. അവൻ ബാല്യം മുതലേ ഒരു പടനായകനായിരുന്നു. Around 40 years, he was leading the battle. 40 വർഷത്തോളം പടത്തലവനായുള്ള പരിചയമനുണ്ട്. What he did, എന്താകുന്നു അവൻ ചെയ്തത്? and he tried to convince him, എങ്ങനെയെങ്കിലും അവന് ഒന്ന് മനസ്സിലാക്കുവാൻ അബ്നേർ ശ്രമിച്ചു. "Don't follow me. നീ എന്നെ പിന്തുടരുത്, Don't pursue me. എന്നെ പിന്തുടരുത്, Don't try to kill me. എന്നെ കൊല്ലുവാൻ ശ്രമിക്കരുത്. I have a trick. എനിക്ക് ഒരു തന്ത്രമുണ്ട്. I know how to handle this situation. ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. You think because you are pursuing me, you can kill me.
നീ വിചാരിക്കുന്നു എന്നെ പിന്തുടരുന്നത് നിനക്ക് എന്നെ കൊല്ലുവാൻ കഴിയുമെന്ന്. But I know how to kill you. എന്നാൽ നിന്നെ എങ്ങനെ കൊല്ലണമെന്ന് എനിക്കറിയാം. What Asahel thought? എന്താകുന്നു അസഹേൽ ചിന്തിച്ചത്? I am very speed in running. ഞാൻ ഓട്ടത്തിൽ നല്ല വേഗതയുള്ളവനാകും. I can conquer him. എങ്ങനെയെങ്കിലും അവനെ ജയിപ്പാൻ കഴിയും. I can spare from behind. ഞാൻ പുറകിൽ നിന്ന് അവനെ കുത്തുവാൻ എനിക്ക് കഴിയും. Immediately, this Abner, he stopped. ഉടനെ തന്നെ അബ്നേർ നിന്നു. What he did? എന്താകുന്നു അവൻ ചെയ്തത്? He put his spear from his behind. He just kept it as it is. He came and hit it there. ഇപ്പോൾ അബ്നേർ അവന്റെ കുന്തം പിറകോട്ട് അതേപോലെ വെച്ചു. ഇപ്പോൾ അസഹേൽ ഓടി വന്ന് അതിൽ കുത്തിക്കയറി. He could not control himself. അവനെ തന്നെ വേഗത നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല. That's why this spear, its backside went into his heart. അതുകൊണ്ടാകുന്നു കുന്തം തിരിഞ്ഞ് വെച്ച വേളയിൽ തന്നെ അവന്റെ വയറ്റത്തു കൂടെ കടന്നുപോയത്. Through fifth rib, it entered there. അഞ്ചാം വാരി എഴുത്തൂടെ അത് കയറി ചെന്നു. Yes, this is what we have to do also. ഇതാകുന്നു നാം ചെയ്യേണ്ടത്. And what is that? അതെന്താകുന്നു? What is that spear speaks of? എന്താകുന്നു ഈ കുന്തം കാണിക്കുന്നത്? And it speaks about the word of God. അത് ദൈവജനത്തെ കാണിക്കുന്നു. Acclaim the word of God. ദൈവജനത്തെ അവകാശമാക്കുക. God has given the spear in our hands. ദൈവം നമ്മുടെ കൈവശം കുന്തം നൽകി തന്നിരിക്കുന്നു. And for the glory of God, we have to use it. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം അത് ഉപയോഗിക്കണം. First of all, we have to try to escape. ഒന്നാമതായി നാം രക്ഷപ്പെടുവാൻ ശ്രമിക്കണം. But at the same time, എന്നാൽ അതേസമയം തന്നെ when enemy pursue that, എന്നാൽ ശത്രു പിന്തുടരുന്നുവെങ്കിൽ please stand still. നാം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം. Don't turn back. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട. Let enemy come. ശത്രു വരട്ടെ. But let the word of God deal with him. ദൈവജനം അവനോട് ഇടപെട്ടെ. He kept the spear as it is. അവൻ കുന്തം അതേപോലെ തിരിച്ചു He വെച്ചു. did not try to turn it. അവനതിനെ തിരിക്കുവാൻ ശ്രമിച്ചില്ല. He did not waste his time. അവന്റെ സമയം അവൻ വെറുതെ പാഴാക്കിയില്ല. But the spear he used as it is. അവൻ കുന്തം അതേപോലെ തന്നെ ഉപയോഗിച്ചു. Just it hit that fifth rib. അത് അഞ്ചാം വാരി അവിടെ കുത്തിക്കയറി. It went through his whole body. തന്റെ മുഴു ശരീരത്തിലൂടെ അത് He കുത്തിക്കയറി. fell down and died. അവൻ അവിടെ വീണ് മരിച്ചു. Dear child of God, പ്രിയ ദൈവത്തിലെ the word of God which God given ദൈവം തന്നിരിക്കുന്ന ദൈവജനം are this powerful. അത് It ശക്തിയുള്ളതാകുന്നു. is two-edged sword. അത് ഇരുവായ്ത്തലയുള്ള വാളാകുന്നു. In its front, in its back, it has power to kill. അതിന് മുൻപിൽ നിന്നും പിറകിൽ നിന്നും കൊല്ലുവാനുള്ള Let ശക്തിയുണ്ട്. the enemy come from behind or before, it has power to kill. ശത്രു മുമ്പിൽ നിന്ന് വന്നുകൊള്ളട്ടെ പിറകിൽ നിന്ന് വന്നുകൊള്ളട്ടെ നശിപ്പിപ്പാൻ കൊല്ലുവാൻ അതിന് ശക്തിയുണ്ട്. Whatever the situation it may be, സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും be not perplexed. നാം അതിനെക്കൊണ്ട് കലങ്ങേണ്ട ആവശ്യമില്ല. We need not to give room for any fear or any type of tension. ഏതെങ്കിലും ഭയത്തിനോ ഉത്കണ്ഠയ്ക്കോ നാം ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല. The next thing, അടുത്ത വിഷയം, when enemy come, ശത്രു കടന്നു വരുമ്പോൾ take it as a positive thing or as a blessing. അതൊരു അനുഗ്രഹമായി ക്രിയാത്മകമായ കാര്യമായി നിങ്ങൾ എടുത്തുകൊള്ളുക. Because God permits, that's why he start following you. ദൈവം അനുവദിക്കുന്നത് കൊണ്ടാകുന്നുവല്ലോ അവൻ നിങ്ങളെ പിന്തുടരുന്നത്. To give you spiritual lesson. നിങ്ങൾക്ക് ആത്മീയമായ പാഠങ്ങൾ നൽകി And തരുവാൻ, to uplift your spiritual life. ആത്മീയമായ ജീവിതത്തെ ഉയർത്തുവാൻ, To transform your character. നിങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, Or to establish that God is with you. ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ. Absalom, son of David, he became an enemy to David. ദാവീദിന്റെ മകൻ അബ്ശലോം ദാവീദിന് ഒരു ശത്രുവായി തീർന്നു. He took throne. അവൻ സിംഹാസനം കൈവശപ്പെടുത്തി. He took the palace. അവൻ അരമനയും കൈവശമാക്കി. He took all the counselors and subordinates. അവൻ ആലോചനക്കാരെയും മറ്റുള്ളവരെയും ഒക്കെ അവൻ കൈക്കലാക്കി. And whole Israelites, followers of him. ഇസ്രായേൽ ജനത്തെ അവനെ പിന്തുടരുന്നവരായി അവർ മാറ്റി. Now David and his men left Jerusalem. ഇപ്പോൾ ദാവീദും അവനോട് കൂടെ ഉണ്ടായിരുന്നവരും യെരൂശലേം വിട്ടുപോയി. They crossed the river. They went to the other side. നദി കടന്ന് അവർ മറുവശത്തേക്ക് പോയി. They escaped for their life. അവരുടെ ജീവന് വേണ്ടി അവർ But ഓടിപ്പോയി. in that, Absalom did not satisfy. എന്നാൽ അതൊന്നും കണ്ടിട്ട് അബ്ശലോമിന് തൃപ്തി വന്നില്ല. What he said? എന്താകുന്നു അവൻ പറഞ്ഞത്? We have to pursue. നാം അവനെ We പിന്തുടരണം, have to kill him. അവനെ കൊന്നുകളയണം. And that my father should not live. എന്റെ പിതാവ് ജീവിച്ചിരുന്നുകൂടാ. My father should not remain anywhere in this earth. ഈ ലോകത്തിലെവിടെയും എന്റെ പിതാവ് ജീവനോടിരിപ്പാൻ He പാടില്ല. could have spared David. വേണമെങ്കിൽ ദാവീദിനെ വെറുതെ വിടാമായിരുന്നു. Because he escaped for his life and went for wilderness. എന്തുകൊണ്ടെന്നാൽ താൻ ജീവന് വേണ്ടി ഓടിപ്പോയി ഇപ്പോൾ വനാന്തരങ്ങളിലാകുന്നു. Now he had many counselors. ഇപ്പോൾ അനേക ആലോചനക്കാർ അവനുണ്ടായിരുന്നു. Ahithophel counseled him. അഹിത്തോഫിൽ അവന് വേണ്ട ആലോചന Let കൊടുത്തു. us take 12,000 men and follow. ഇപ്പോൾ 12,000 ജനങ്ങളെയും എടുത്തുകൊണ്ട് നമുക്ക് പിന്തുടരാം. In 2 Samuel chapter 17:1, we can read about it. ശമൂവേൽ 2-ാം പുസ്തകം 17-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. And while fleeing, even Shimei also came and cursed David. ദാവീദ് ഓടിപ്പോകുന്ന വേളയിൽ ശിമെയോൻ കടന്നു വന്ന് അവനെ പ്രാഗി. What David said? എന്താകും ദാവീദ് പറഞ്ഞത്? Don't kill him. അവനെ കൊന്നുകളയണ്ട. Even his captains were with him. They said, we will kill at once. അവരോട് കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും പറഞ്ഞു, ശിമെയെ ഇപ്പോൾ തന്നെ കൊന്നുകളയാം. He had a hope on God. ദൈവത്തിൽ അവന് പ്രത്യാശയുണ്ടായിരുന്നു. And what he said? എന്താകുന്നു അവൻ പറഞ്ഞത്? God will bring me back again. ദൈവം എന്നെ മടക്കി കൊണ്ടുവരും. He will show me
both to see palace and his habitation. അവന്റെ അരമനയെ മാത്രമല്ല അവന്റെ വാസസ്ഥലവും കാണുവാൻ ദൈവം ഇടയാക്കും. But Shimei cast him. എന്നാൽ ശിമെയി അവനെ പ്രാഗി. God has brought that blood. Thou art a bloody man. God has brought all the blood upon you. ഇതാ നീ രക്തം ചൊരിഞ്ഞൊരു വ്യക്തിയാകുന്നു, സകല രക്തവും നിന്റെ തലമേൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. What David said? എന്താകുന്നു ദാവീദ് പറഞ്ഞത്? It may be that the Lord will look on my affliction, that the Lord will record good for his cursing this day. ദാവീദ് ദൈവം എന്റെ കഷ്ടങ്ങൾ കണ്ട് അവൻ ചെയ്ത തിന്മയ്ക്ക് പകരം ദൈവം നന്മ കൊണ്ടുവരട്ടെ. Positively he took that matter. ക്രിയാത്മകമായി തന്നെ ആ സാഹചര്യം അവനെടുത്തു. Now he is cursing me. ഇപ്പോൾ ഇവൻ എന്നെ പ്രാഗിക്കൊണ്ടിരിക്കുന്നു. And all are against me. എല്ലാവരും എനിക്ക് വിരോധമായിരിക്കുന്നു. But this God will take it for my good. എന്നാലോ ദൈവം ഇതെന്റെ നന്മയ്ക്കാക്കി മാറ്റും. This curse or this thing which is happening against me, God is going to turn for my good. ഇപ്പോൾ ഈ ശാപം ദൈവം എന്റെ നന്മയ്ക്കായി മാറ്റി തീർക്കുവാൻ Yes, പോകുന്നു. our God is living God. അതേ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാകുന്നു. When people speaks against us, ജനങ്ങളൊക്കെ നമുക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ our God is on our side. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, When people praise us, ജനങ്ങൾ നമ്മെ പുകഴ്ത്തുമ്പോൾ we have to doubt ourselves. നാം നമ്മെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. Whether God is standing with us. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ ഇല്ലയോ. But at the same time, എന്നാൽ അതേ സമയം തന്നെ when everyone raises up against us, സകലരും നമുക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ God will fight for us. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. God will turn it for our blessing. ദൈവം അത് നമ്മുടെ നന്മയ്ക്കായി And to come to Jerusalem, to come to the throne of God, to occupy the kingship once again, he will help us. യെരുശലേമിലേക്ക് കടന്നു വരുവാൻ, സിംഹാസനം കൈവശമാക്കുവാൻ വീണ്ടും ദൈവം അങ്ങനെയെങ്കിൽ സഹായിക്കും. Fifthly, അഞ്ചാമതായി, when enemy pursue, ശത്രു പിന്തുടരുന്നുവെങ്കിൽ we have to fall in the hands of God. നാം ദൈവത്തിന്റെ കരങ്ങൾ വീഴണം. David made a mistake. ദാവീദ് ഒരു തെറ്റ് ചെയ്യുകയുണ്ടായി. And he counted number of Israelites. ഇസ്രായേൽ ജനത്തെ അവൻ എണ്ണി. It was not the plan of God then. എന്നാൽ അപ്പോൾ അത് ദൈവിക പദ്ധതി ആയിരുന്നില്ല. Because when people of God to be counted, that time ransom money had to be paid. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ജനം എണ്ണുമ്പോൾ അതിനുള്ള വീണ്ടെടുപ്പിൻ വില കൊടുക്കേണ്ടിയിരുന്നു. For their atonement, ransom money that had to be paid. അവരുടെ പാപപരിഹാരത്തിനായി ആ വീണ്ടെടുപ്പിൻ വില കൊടുക്കേണ്ടിയിരുന്നു. And that ransom money was not paid. എന്നാൽ ആ വീണ്ടെടുപ്പിൻ വില A കൊടുക്കാത്തതുകൊണ്ട് general census was taken. പൊതുവായ ഒരു കണക്കെടുപ്പ് അവൻ നടത്തി. After taken census, his heart began to smoke him. എന്നാൽ ജനത്തെ എണ്ണിയതിനു ശേഷമോ ദാവീദിന്റെ ഹൃദയം കുത്തുകൊണ്ടു. God sent us a prophet. ദൈവം അവന്റെ അടുക്കൽ ഒരു പ്രവാചകനെ അയച്ചു. And he put three things before him. മൂന്ന് കാര്യങ്ങൾ അവന്റെ മുമ്പിൽ അവൻ വെച്ചു. Turning to 2 Samuel chapter 24:12 when we read. ശമൂവേൽ രണ്ടാം പുസ്തകം 24 അധ്യായം 12 വാക്യത്തിലേക്ക് വരുമ്പോൾ Here three things were put before him. ഇവിടെ മൂന്ന് കാര്യം അവന്റെ മുമ്പിൽ വെക്കുന്നു. And what was that? അതെന്തായിരുന്നു? Shall 7 years of famine come unto thee in thy land? നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ, And wilt thou flee 3 months before thine enemies? അല്ല എങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുക, നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ, That there be 3 days of pestilence in thy land. അല്ല എങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ. Choose one. നീ അത് ഇതിൽ ഒന്ന് തിരഞ്ഞെടുത്തു Either കൊടുക്കുക. 7 years famine. 7 സംവത്സരത്തെ ക്ഷാമം, Otherwise, enemy will pursue you 3 months. അല്ലെങ്കിൽ 3 മാസം ശത്രു നിന്നെ പിന്തുടരും, Or pestilence 3 days. അല്ല എങ്കിൽ 3 ദിവസം മഹാമാരി. What he said, എന്താകുന്നു അവൻ പറഞ്ഞത്? very wisely he answered. അവൻ വളരെ ജ്ഞാനത്തോടെ തന്നെ ഉത്തരം പറഞ്ഞു. I am in a great strait. ഇതാ ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. Let us fall now in the hand of the Lord. ഇപ്പോൾ നമുക്ക് യഹോവയുടെ കയ്യിൽ തന്നെ വീഴാം. For his mercies are great. അവന്റെ കരുണ വലിയതല്ലോ. Yes, dear child of God. അതേ പ്രിയ ദൈവത്തിലെ, And that is the best option. അതാകുന്നു ഏറ്റവും നല്ല ഒരു തിരഞ്ഞെടുപ്പ്. When we go and fall in the hands of God. നാം ദൈവത്തിന്റെ കരങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ, And when we keep ourselves in the unity with saints. വിശുദ്ധന്മാരുള്ള ഐക്യത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കുമ്പോൾ, What Abigail told, എന്താകുന്നു അബീഗയിൽ പറഞ്ഞത്? he gave advice to David. അവൾ ദാവീദിന് ആലോചന പറഞ്ഞു കൊടുത്തു. And there are many try to pursue you. ഇതാ പലരും നിന്നെ പിന്തുടരുവാൻ And നോക്കിക്കൊണ്ടേയിരിക്കുന്നു. they are seeking thy soul. നിന്റെ ജീവന് വേണ്ടി അവർ അന്വേഷിക്കുന്നു. But the soul of my Lord shall be bound in the bundle of life with the Lord thy God. എന്നാലോ എന്റെ യജമാനന്റെ ജീവൻ ദൈവത്തിന്റെ ജീവഭാണ്ഡത്തിൽ ഇതാ കെട്ടപ്പെട്ടിരിക്കുന്നു. Yes, our life is bound with the bundle of life. അതേ, നമ്മുടെ ജീവനൊക്കെയും ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. Our life is bound with the bundle of believers. വിശ്വാസികളുടെ ജീവഭാണ്ഡത്തിൽ നമ്മുടെ ജീവൻ In the കെട്ടപ്പെട്ടിരിക്കുന്നു. fellowship of saints. വിശുദ്ധന്മാരുടെ ഐക്യതയിൽ Let us continue there. നമുക്കതിൽ തന്നെ തുടരാം. If you be steadfast in the fellowship, നാം കൂട്ടായ്മയിൽ സ്ഥിരതയുള്ളവരായി in the കാണപ്പെടുന്നു. bundle of life, if we see, ജീവഭാണ്ഡത്തിൽ നാം നമ്മെ if കാണുന്നു. anyone raise up to pursue us, ആരെങ്കിലും നമുക്ക് വിരോധമായി പിന്തുടരുവാൻ if എഴുന്നേൽക്കുന്നുവെങ്കിൽ, they come against our soul, നമ്മുടെ ദേഹിക്ക് വിരോധമായി അവർ കടന്നു വരുന്നുവെങ്കിൽ, yes, our God will preserve us. അതേ നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കും. And what she told, എന്താകുന്നു അവൾ പറഞ്ഞത്? the soul of thine enemies, them shall ye sling out as out of the middle of the sling.
നിന്റെ ശത്രുക്കളുടെ ജീവനെയോ അവൻ കവണയിൽ നിന്നും എറിഞ്ഞു കളയുന്നത് പോലെ തന്നെ എറിഞ്ഞു കളയും. Yes, their life will be thrown out. അതേ, അവരുടെ ജീവൻ എറിയപ്പെടും. Our God is with us as a mighty and terrible one. നമ്മുടെ ദൈവം വലിയവനായി വീരനായി നമ്മോട് കൂടെ ഉണ്ട്. He has given us power to tread on serpents and scorpions. പാമ്പുകൾ മേലും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം നമുക്ക് This നൽകിയിരിക്കുന്നു. scorpion attacked from by its tail. ഈ തേള് അതിന്റെ വാലുകൊണ്ട് നമ്മെ ആക്രമിക്കുന്നു. But dear child of God, എന്നാൽ ദൈവ പൈതലേ, God has given us power. ദൈവം നമുക്ക് അധികാരത്തെ Come, തന്നിരിക്കുന്നു. let us all stand up. വരിക, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Whatever the enemy, whatever his challenging bird it may be, ശത്രു ആര് തന്നെ ആയിരുന്നാലും അവന്റെ വെല്ലുവിളികൾ എന്ത് തന്നെ ആയിരുന്നാലും let us hope on God. നമുക്ക് ദൈവത്തിൽ പ്രത്യാശിക്കാം. Let us trust on God. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. Let us exercise the truth of baptism. ജലസ്നാനത്തിന്റെ സത്യത്തെ നമുക്ക് അഭ്യസിക്കാം. Let us be in the hands of God. ദൈവകരങ്ങളിൽ നമുക്ക് ആയിരിക്കാം. Let us once again surrender our body, soul and spirit. ഒരിക്കൽ കൂടെ നമ്മുടെ ദേഹാത്മതകളെ നമുക്ക് സമർപ്പിക്കാം. Let us claim the promises. നമുക്ക് വാഗ്ദത്തങ്ങൾ അവകാശമാക്കാം. Let us be in the unity and fellowship നമുക്ക് ഐക്യതയിലും കൂട്ടായ്മയിലും കാണപ്പെടാം until the coming of the Lord. കർത്താവിന്റെ വരവോളം Let us exercise that conquering over the power of enemy, whichever way he comes against us. ശത്രു നമുക്ക് ഏത് വഴി കടന്നു വന്നാലും അവന്റെ സകല അധികാരങ്ങളെയും ജയം കൊള്ളുന്ന ആ അഭ്യസനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭ്യസിക്കാം. Let us surrender ourselves. May the Lord help us. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ കർത്താവ് നമ്മേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുവിനായുധം വൈപ്പിച്ചവൻ ക്രൂസിൽ ജയോത്സവം കൊണ്ടതിനാ, ശത്രുവിനായുധം വൈപ്പിച്ചവൻ ക്രൂസിൽ ജയോത്സവം കൊണ്ടതിനാ, നിർഭയരായി നിരാമയരായി ജയഘോഷത്താൽ നാം ജയമെടുപ്പീൻ. നിർഭയരായി നിരാമയരായി ജയഘോഷത്താൽ നാം ജയമെടുപ്പീൻ. ശത്രുവിനായുധം വൈപ്പിച്ചവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടതിനാൽ, ശത്രുവിനായുധം ക്രൂശിൽ ജയോത്സവം കൊണ്ടതിനാൽ, നിർഭയരായി നിരാമയരായി ജയഘോഷത്താൽ നാം ജയമെടുപ്പീൻ. 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 Amen. 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 Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. There is victory through truth of baptism. Father, let's all praise God. ജലസ്നാന സത്യത്തിലൂടെ നമുക്ക് വിജയമുണ്ടല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Being good, doing good, and humbling ourselves in the hands of God, doing the will of God, there is victory. Father, let's all praise God. നന്മ ചെയ്യുന്നവരായി നന്മയുള്ളവരായി ദൈവത്തിന്റെ കരങ്ങൾ കാണപ്പെടുന്നുവെങ്കിൽ നമുക്ക് ജയമുണ്ടല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Through the word of God there is victory. Father, let's praise Him. തിരുവചനത്തിലൂടെ നമുക്ക് ജയമുണ്ടല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. All things work together for our good. Father, let's all praise God. സകലവും നമ്മുടെ നന്മയ്ക്കായി വ്യാപരിക്കുന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Continuously to fall in the hand of God. Let God give us grace. Father, let's praise Him. തുടർച്ചയായി തന്നെ ദൈവത്തിന്റെ കരങ്ങൾ വീഴുവാൻ ആയിരിക്കാൻ ദൈവം കൃപ നൽകേണ്ടതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to triune God, and triune God only shall we all praise Him. ത്രിയേക ദൈവത്തിന് സകല മാനവും മഹത്വം പുകഴ്ച അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. நேசிக்கிற நல்லாண்டவரே, இந்த வேலை தந்தபடினாலுமே நன்றியோடு துதிக்கிறோம், சோத்திரிக்கிறோம் ஆண்டவரே. கடந்த நாட்களாக தாவே நீர் எங்களுக்கு மிக ஜனத்துக்கும் நல்லவர், வல்லவர், எல்லாவற்றுக்கும் எல்லாமா இருந்தபடினாலுமே நன்றியோடு துதிக்கிறோம், சோத்திரிக்கிறோம். இந்த ஆராதனை தொடக்கம் முதல் முடிவரை ஆவியானவரே நீ பொறுப்படுத்தப்படினாலுமே நன்றியோடு துதிக்கிறோம். பாட்டு பாடி கத்தாவுடைய சந்தோஷிக்கிற அந்த கிருபை காயமும் நன்றியோடு துதிக்கிறோம் ஆண்டவரே. நீர் பேசின நல்ல வார்த்தை காயமும் நன்றியோடு துதிக்கிறோம், சோத்திரிக்கிறோம். தொடர்வேன், பிடிப்பேன், கொள்ளையாடின பொருளை பங்கிடுவேன் என்று பிசாசானவன் கத்தாவே எங்களை பின்தொடர்ந்த போது கத்தாவே சத்துருவை நாங்கள் எப்படியா ஜெயிக்க வேண்டும் கத்த சாயந்திரம்
வேலை எங்களோட பேசினபடி நாளுமே நன்றியோடு துதிக்கிறோம் சோத்திரிக்கிறோம் ஆண்டவரே. கத்தாவே இந்த ஞானஸ்தானம் மூலமா கத்தாவே நாங்கள் சத்துருவை ஜெயித்திருக்கிறோம் சுவாமி. அவற்றை நாங்கள் அப்படியே விட்டு விடாதபடி கத்தாவே ஒவ்வொரு நாளும் ஞானஸ்தான சத்தியத்தை கத்தாவே நாங்கள் சொல்லி கத்தாவே நீ நான் அல்ல கிறிஸ்துவே எங்களுக்குள் ஜெயிக்க பிழைத்திருக்கிறார் என்று ஒவ்வொரு நாளும் சொல்லி பிசாசை நாங்கள் ஜெயிக்க எங்களுக்கு விசேஷமான கிருபை தர வேணும் ஜெபிக்கிறோம் ஆண்டவரே. கத்தாவே தாவீது ராஜா கத்தாவே சவுலை போது பின்தொடர்ந்தது போது கத்தாவே தாவீது தன்னை தாழ்த்தது போது கத்தாவே அவனை விட்டு போடி போனது போல கத்தாவே நாங்களும் கத்தாவே எங்கள் பிசாசை எங்களை பின்பற்றும் போது கத்தாவே எங்களுக்கு நாங்கள் தாழ்த்தி விசேஷமான கிருபை தர வேணுமா ஜெபிக்கிறோம் சுவாமி. கத்தாவே அப்னேர் கத்தாவே அசேக்கேல் கத்தாவே தன் பட்டயத்தினால் கொன்றது போல கத்தாவே நாங்களும் கத்தாவே தேவ வசனத்தின் மூலமா கத்தாவே பிசாசை நாங்கள் கொல்ல கத்தாவே நாங்கள் ஜெயிக்க எங்களுக்கு விசேஷமான கிருபை தர வேணுமா ஜெபிக்கிற ஆண்டவரே. தாவீது கத்தாவே அப்சலோம் தாவீதுக்கு விரோதமாய் வரும்போது கத்தாவே அவன் தேவ சுபாவத்துல கத்தாவே அவனை ஜெயித்தது போல கத்தாவே நாங்களும் கத்தாவே தேவ சுபாவத்துல வளர்ந்து கத்தாவே பிசாசை ஜெயிக்க எங்களுக்கு விசேஷமான கிருபை தர வேணுமா ஜெபிக்கிற ஆண்டவரே. தேவ கருத்துல கத்தாவே நாங்கள் எப்போதும் தாழ்ந்திருக்க விழா கத்தாவே இந்த சாயந்திர வேலை எங்களோட பேசினப்படினாலுமே நன்றியோடு துதிக்கிறோம். தேவ வசனப்படி ஜீவிக்க எங்களுக்கு விசேஷமான கிருபை தர வேணுமா ஜெபிக்கிறோம். எல்லாருடைய போக்களை யாத்திரை கத்தாவே உங்க சமூகம் காணப்படணுமே மீதியான நேரில் கத்திர எங்களோடு கூட இருக்கும் எங்களை தாழ்த்துற வரைக்கும் தகுதிப்படுத்தும் இயேசு கிறிஸ்து நமக்கு நல்ல பிதாவே. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, the sweet fellowship of the Holy Spirit rest and abide with us all and with all the saints until Jesus Christ returns in His glory. Hallelujah. 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 Praise the Lord. May God bless you.